തീക്കുപ്പായം കവിതയുടെ പേര്. സമുദ്രത്തിനടിയിൽ തീയുണ്ടെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് വീൽചെയറിൽ സഞ്ചരിക്കുന്ന പെൺകുട്ടിയായിരുന്നു. ചുരുണ്ട മുടിക്കാലുകൾ കൊണ്ട് അവൾ കടലിനടിയിലൂടെ ഓടി നടന്നു. തിമിംഗലങ്ങളെ ചവിട്ടിത്തെറിപ്പിച്ചു. സ്രാവുകളുടെ കൂർത്ത പല്ല് പിഴുതെടുത്തു. ആമകളോട് ജീവന്റെ സമവാക്യങ്ങളെക്കുറിച്ച് തർക്കിച്ചു. കണ്ടിട്ടും കാണാതെ പോയ മീൻപറ്റങ്ങളുടെ നേർക്ക് ചിപ്പികൾ വലിച്ചെറിഞ്ഞു. നോട്ടം കൊണ്ട് മഞ്ഞുരുക്കി വഴിമുടങ്ങിപ്പോയ കപ്പലുകൾക്ക് പാത പണിതു. കടൽ കുതിരപ്പുറമേറി ഭൂഖണ്ഡങ്ങൾ കീഴടക്കി. ഒരു സമുദ്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ ജലതുരങ്കങ്ങൾ നിർമ്മിച്ചു. തീച്ചൂടേറ്റ് വെള്ളം വറ്റുകയും സൂര്യചന്ദ്രന്മാർ വെന്തുപോവുകയും ചെയ്തു. അപ്പോഴും അവൾ ചുരുണ്ട മുടിക്കാലുകൾ കത്രിക കൊണ്ട് വെട്ടിയൊതുക്കി പുതിയ കുപ്പായങ്ങൾ നിർമ്മിച്ചു. പ്രണയരാത്രിയിൽ ഓർക്കുന്നതെന്തു നീ ചെമ്പരത്തി, രതികാവ്യം, തിമിംഗലത്തിന്റെ ഉറക്കം, ജന്മദിനാഞ്ജലികൾ, ലൂസിഫർ, പ്രണയമെഴുതുന്നു, ഉടൽവഴികൾ, അടുക്കള, തീക്കുപ്പായം, കൈനീട്ടം, കണ്ണറപ്പാലങ്ങൾ തുടങ്ങി ഒട്ടനവധി കവിതകളും കഥകളും ലേഖനങ്ങളും ഇതിനോടകം തന്നെ ബൃന്ദ എഴുതിയിട്ടുണ്ട്. പത്തനാപുരം ഗാന്ധി ഭവനിലെ സ്നേഹരാജ്യം എന്ന മാസികയ്ക്കും കേരളത്തിലെ പ്രമുഖ മാസികകൾക്കും അഭിമുഖങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് ഈ യുവ കവയിത്രി. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കലയനാട് LPSലും 5 മുതൽ 7 വരെ BO UPSലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം NSVHSലുമായിരുന്നു. പുനലൂർ SN കോളേജിൽ നിന്നും BSc ഫിസിക്സിൽ ബിരുദവും കൊട്ടാരക്കര കോഓപ്പറേറ്റീവ് സെന്ററിൽ നിന്നും JDCയും നേടിയ ശേഷം സുഹൃത്തുക്കളുടെ പിന്തുണയോടെയാണ് അക്ഷരലോകത്തേക്ക് ബൃന്ദ എത്തിയത്. പ്രചോദ സാഹിത്യ അവാർഡും ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഈ എഴുത്തുകാരിക്ക്. തീക്കുപ്പായം എന്ന കവിതാ സമാഹാരവും ചിന്തിക്കുന്ന കസേര എന്ന കഥാസമാഹാരവുമാണ് ഉടൻ പുറത്തിറങ്ങുന്ന മറ്റു പുസ്തകങ്ങൾ. ഭർത്താവ് പത്മകുമാറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗൗതം കൃഷ്ണനും സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരുമെല്ലാം നൽകുന്ന പ്രചോദനങ്ങളാണ് ബൃന്ദയ്ക്ക് എഴുത്തിന്റെ വഴിയിൽ സധൈര്യം സഞ്ചരിക്കാൻ കരുത്തേകുന്നത്. കനൽ ജ്വലിക്കുന്ന സർഗശേഷിയുമായി ബൃന്ദയുടെ എഴുത്ത് തുടരുകയാണ്. ഷാഫി, ലൈവ് വാർത്ത, പുനലൂർ. നിന്നെ അറിയാതെ പിന്തുടരുന്ന ഈ പ്രണയവും